നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് പേരൻസിനോടാണ്, മാതാപിതാക്കളോടാണ്, അതുപോലെ തന്നെ ഭാവിയിൽ പേരൻസ് ആവാൻ പോകുന്നവരോടാണ്. ഈ പേരൻസ് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ അവരെ തല്ലുന്നത് അവർ നന്നാവാൻ വേണ്ടിയാണ്, അവർ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയാണ്. ശരിക്കും ഈ കുട്ടികളെ വഴക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നന്നാവുമോ? അവർ നല്ല രീതിയിലായിരിക്കുമോ വളർന്നു വരുന്നത്? തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ്, കുട്ടികളെ വഴക്കുറയും തല്ലുകയൊക്കെ ചെയ്യണം. പക്ഷേ എല്ലാത്തിനും ഓരോ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, ഈ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ പലരും ചിന്തിക്കും. ഇപ്പോൾ ഈ പാൽപ്പായസമാണെങ്കിലും അളവിൽ കൂടുതലായാൽ മടുക്കുമെന്ന് പറയാറില്ലേ, അത് തന്നെ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ചെടി നട്ടു, അതിന് നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യമായി വെള്ളം ഒഴിക്കുകയാണ്. പിന്നീട് ആ ചെടി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത് പൂക്കും, കായ്ക്കും, ഫലം തരും. പക്ഷെ അതേ സമയം നിങ്ങളൊരു ചെടി നട്ടു, അതിന് രാവിലെ ഒന്നില്ലാതെ ഉച്ചയ്ക്കൊന്നില്ലാതെ വൈകിട്ടൊന്നില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ചെടി ആ വെള്ളത്തിൽ നിന്ന് നശിച്ചു പോവുകയുള്ളൂ. അത് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല, അത് നാട്ടുകാർക്കും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചെടിക്ക് ആവശ്യമാണ് വെള്ളം, പക്ഷേ അളവിൽ കൂടുതലായാൽ അത് അതിൽ നിന്ന് നശിച്ചു പോകും. അപ്പോൾ എല്ലാത്തിനും ഓരോ ലിമിറ്റ് ഉണ്ട്. കുട്ടികളോട് പറയുന്നതിലും ചെയ്യുന്നതുമായ ചില കാര്യങ്ങളിലൊക്കെ ഒരു ലിമിറ്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണ് ഈ ലിമിറ്റ്? കുട്ടികളെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ തെറ്റ് മനസ്സിലാകാൻ വേണ്ടി അവരെ വഴക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ദീക്ഷ തീരുന്നിടം വരെ കുട്ടികളെ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്യരുത്. അത് അവർക്ക് ദോഷമായിട്ടേ ബാധിക്കുകയുള്ളൂ.